തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃശ്ചിക പുലരിയാണ് ശരണ മന്ത്രമുഖരിതമായ വൃശ്ചിക പുലരി. മണ്ഡല ഉത്സവകാലത്തിന് ശബരിമലയിൽ തുടക്കമായിരിക്കുന്നു. വൃശ്ചിക പുലരിയിൽ അയ്യനെ കണ്ടു തൊഴാൻ പതിനായിരങ്ങളാണ് എത്തുന്നത്. രാവിലെ 3-ന് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഇന്നലെ വൈകിട്ട് 4-ന് നട തുറന്ന ശേഷം 30,000-ൽ പരം പേരാണ് ദർശനം നടത്തിയത്. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം. സജീവ് സി വാര്യർ, വെരി ഗുഡ് മോർണിംഗ്. നല്ല തിരക്കാണോ അവിടെ അനുഭവപ്പെടുന്നത് ഇന്ന് 1-ാം തീയതി രാവിലെ ആയിട്ട്? അതെ, വെരി ഗുഡ് മോർണിംഗ്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. പതിവുള്ള പോലെ വൃശ്ചിക പുലരിയിൽ പൊതുവെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ പമ്പയിൽ നിന്ന് 20,000-ത്തോളം പേരാണ് പമ്പയിൽ നിന്ന് വെർച്വൽ ക്യൂ വഴി കടന്നു വന്നത്. 10,000-കണക്കിന് ആളുകൾ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 70,000 ക്രോസ് ചെയ്തിരിക്കുന്നു. ഇനി 10,000 സ്പോട്ട് ബുക്കിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. രാവിലെ തന്നെ ഇപ്പോൾ നമുക്ക് തിരക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 18-ാം പടി കയറാനും എല്ലാം തിരക്ക് തന്നെയാണ്. രാവിലെ വിവിധ സ്ഥലങ്ങളിൽ പമ്പ തുടങ്ങി മരക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി, അതായത് ഓരോ സ്ഥലത്തും വിശ്രമത്തിന് അവസരമൊരുക്കിയാണ് പോലീസ് അകത്തേക്ക് കയറ്റിവിടുന്നത്, ശബരിമലയിലേക്ക് കയറ്റിവിടുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അവലോകന യോഗമുണ്ട്. എല്ലാ വൃശ്ചികം 1-ാം തീയതിയിൽ പതിവുള്ള പോലെ തന്നെയുള്ള അവലോകന യോഗമാണ് അത്. എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, ഇവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ കണക്ടിവിറ്റിയിൽ ഒരു ചെറിയ റേഞ്ച് പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സജീവ് സി വാര്യർ പറയുന്നത് അത്രത്തോളം ക്ലിയറായി നമ്മളിലേക്ക് എത്തുന്നില്ല. എന്തായാലും അവിടുത്തെ ലൈവ് വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ തിരക്കാണ്. വൃശ്ചികം 1-ാം തീയതി രാവിലെ സ്വാഭാവികമായും നമുക്കറിയാം മണ്ഡലകാലം കൂടിയാകുമ്പോൾ എത്രത്തോളം വലിയ തിരക്കായിരിക്കും. ഇനിയുള്ള ഒരു ദിവസം മുഴുവനല്ല, ഈ ഒരു മാസക്കാലം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും അവിടുത്തെ കാഴ്ചകളിലേക്ക്, ലൈവ് റിപ്പോർട്ടിംഗിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ശബരിമലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പാണ്ഡിത്യത്തെക്കാൾ ഭക്തിയാണ് തന്നെ നയിക്കുന്നതെന്ന് ശബരിമലയിൽ മേൽശാന്തിയായി ചുമതലയേറ്റ അരുൺകുമാർ നമ്പൂതിരി പറഞ്ഞു. മേൽശാന്തിയായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് അയ്യപ്പനാണ് മനസ്സിൽ തെളിഞ്ഞതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ശബരിമല അയ്യപ്പനെ പൂജിക്കാൻ ഒരു നിയോഗമാണ്, ആ അവസരം ലഭിക്കുന്നത് ഒരു നിയോഗമാണ്. ഇത്തവണ 1 വർഷത്തേക്ക് പുറപ്പെടാ മേൽശാന്തിയായി ശബരിമലയിൽ അഭിഷിക്തനായിരിക്കുന്നത് അരുൺകുമാർ നമ്പൂതിരിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. തിരുമേനി, നമുക്ക് ഒരു നിയോഗമായിട്ടല്ലേ ഇതിനെ കാണുന്നത്? തീർച്ചയായും നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കുക, നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ പരിശ്രമവും ചെയ്യുക, എന്തെങ്കിലും നമ്മുടെ ഫലപ്രാപ്തി കാണുകയുള്ളൂ. അതാണ് അയ്യപ്പസ്വാമിയെ നമ്മൾ പലരും പല വിധത്തിലാണല്ലോ നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ചിലവരാകുമ്പം കുഞ്ഞുങ്ങളുടെ രൂപത്തിലായിരിക്കും, ചിലർ ഇച്ചിരി പ്രായമുള്ളതായിരിക്കും, ചിലവർ കുറച്ചുകൂടെ ഗുരുസ്വാമി എന്നുള്ള സങ്കല്പം, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മുടെ സങ്കല്പങ്ങളൊക്കെ. അന്നേരം ഏത് സങ്കല്പത്തിലും ഭഗവാനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ എന്താന്ന് വെച്ചാൽ അത് അറിഞ്ഞ് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഈ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എപ്പോഴുണ്ടായിരുന്നൊരു അനുഭവം അല്ലെങ്കിൽ എപ്പോഴുണ്ടായിരുന്നൊരു വികാരം എന്തായിരുന്നു? ഞാനിപ്പോൾ 6ാമത്തെ പ്രാവശ്യമാണ് ശബരിമല മേൽശാന്തിയായിട്ട് അപേക്ഷിച്ചിരുന്നത്. ഞാനിപ്പം കൊല്ലം ലക്ഷ്മിയുടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി ഇരിക്കുകയാണ്. ഇപ്പം നമുക്കിങ്ങനൊരു നിയോഗം കിട്ടിയത്. ഇത് പൂർവികമായി നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന പുണ്യം, പൂർവികരുടെ എല്ലാ അനുഗ്രഹങ്ങൾ, നമ്മുടെ ഭരദേവതകൾ, ദേശദേവതകൾ, ഗ്രാമദേവതകൾ, നമ്മുടെ അച്ഛനമ്മമാരുടെ, ഇവരുടെയൊക്കെ അനുഗ്രഹവും അവർ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനൊരു സ്ഥാനം നമുക്ക് ലഭിക്കാനിടയായത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തില് മേൽശാന്തിയായിരുന്നു നേരത്തെ.
ആ ഒരു ശബരിമല കണക്ഷൻ അന്ന് തൊട്ടേ ഉണ്ട് അല്ലേ? അതും ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ പറയുന്നത്. അപ്പം സ്ത്രീ ശബ്ദം കൊണ്ട് നമ്മുടെ അമ്മയാണ് നമ്മുടെ സങ്കല്പം. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. നമ്മളൊരു കുഞ്ഞ് ജനിച്ച് വീണ് കണ്ണു തുറന്ന് കാണുന്നത് അമ്മയാണ്. അമ്മയാണ് ആദ്യത്തെ ഗുരു. അന്നേരം നമുക്ക് അമ്മയിൽ നിന്ന് വേണം എല്ലാം തുടങ്ങാനാണ്. അത് ആ പരമാർത്ഥം അത് തന്നെയാണല്ലോ. അമ്മയല്ലേ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. അന്നേരം ആറ്റുകാൽ ഭഗവതിയെ ഞാൻ അവിടെ സേവിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അത് 2 വർഷക്കാലം തുടർച്ചയായിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അമ്മ 2 പ്രാവശ്യം നറുക്കെടുപ്പിലൂടെ 2 പ്രാവശ്യം തുടർച്ചയായിട്ട് മേശാവിദ്യായം സഹായിച്ചു. അന്നേരം നമുക്ക് വേണ്ടത് ഭക്തിപൂർവ്വമുള്ള ഒരു ദേവിയോടുള്ള പ്രാർത്ഥനയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നെങ്കിലും ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഗുരുവായൂരപ്പന്റെ കഥകള്, പൂന്താനത്തിന്റെ നാരായണ ഭട്ടതിരിയുടെയൊക്കെ കഥകൾ നമുക്കറിയാം. അതിൽ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന ആ ഗ്രന്ഥം പരിശോധിക്കാൻ കൂട്ടാക്കാഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആ രോഗം വന്നു എന്നാണ് പറയുന്നത്. നമ്മൾ കഥകളിൽ കൂടെ ഉള്ള അറിവാണ് നമുക്ക്. അന്നേരം ഭഗവാൻ പറഞ്ഞത്, എനിക്ക് പാണ്ഡിത്യത്തെക്കാൾ ഭക്തിയാണ് എനിക്കിഷ്ടം. അത് തന്നെയാണ് നമ്മുടെയും. നമുക്കത്ര പണ്ഡിതനൊന്നും അല്ല, നമുക്ക് ആകെ ഉള്ളത് ഭക്തിയാണ്. അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മനുഷ്യനും ദൈവവും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തിനെ നേരിട്ട് കാണാവുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. മനുഷ്യനും പ്രകൃതിയും ഒന്നാവുന്നു, മനുഷ്യനും ദൈവവും ഒന്നാകുന്നു, മനുഷ്യനും തന്നെ ഒന്നാവുന്നു. ഒരു പേരിൽ തന്നെ സ്വാമി എന്ന ഒറ്റ പേരിൽ, അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന ഒറ്റ പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സാഹചര്യം. അത് മേൽശാന്തിയാണെങ്കിലും പിന്നെ അവിടെ ഭക്തനാണെങ്കിലും എല്ലാം ഒന്നാണ് എന്നുള്ളൊരു സങ്കല്പമല്ലേ? അത് ഒരുപക്ഷെ വേറെ എവിടെയും ഉണ്ടാവില്ല അല്ലെ? ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മള് ശബരിമല എന്ന് പറയുന്ന ആ തത്വം തന്നെ വളരെ വലുതാണ്. തത്വമസി എന്ന് പറയുന്ന ആ ഭഗവാന്റെ തത്വം നമ്മളെല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. പ്രകൃതിയും ഈശ്വരനും നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്, ഈശ്വരിമാരാണ്. നമുക്കെല്ലാം 2 ശരീരം ഉണ്ടെന്നാണ് സങ്കല്പം. ഒന്ന് സ്ഥൂലമായിരിക്കുന്ന ശരീരവും ഒന്ന് സൂക്ഷ്മമായിട്ടിരിക്കുന്ന ശരീരം. അന്നേരം ഈ സ്ഥൂലമായിട്ടിരിക്കുന്ന ശരീരം നശിച്ചാൽ, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്ന ഒരു സത്യം, അത് സത്യമല്ലേ? അത് ആ സത്യത്തിലോട്ട് എത്തിച്ചേർന്നാൽ നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ ജീവൻ, പ്രാണൻ, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ഈ അന്തരീക്ഷത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരിക്കലും നാശം ഉണ്ടാവുന്നില്ല. നമ്മളീ കാണപ്പെടുന്ന ശരീരത്തിന് മാത്രമേ നാശം ഉണ്ടാവുള്ളൂ. അന്നേരം നമ്മളിൽ ഉള്ളിലിരിക്കുന്ന ജീവൻ, ഏത് ജീവനായാലും അതെല്ലാം ഈശ്വരൻ തന്നെയാണെന്നാണ് എന്റെ സങ്കല്പം. ആ തത്വം തന്നെയാണ് നമ്മൾ ശബരിമലയിലും നമ്മൾ പ്രകടമായി കാണുന്നത്. ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ള തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതൊരു വലിയ നമുക്കതിനെ കുറിച്ച് പറയുക. അത് ലോകമെമ്പാടും നമ്മൾ ഒരു മുദ്രയിട്ട് വ്രതം നോറ്റ് തുടങ്ങിയാൽ നമ്മൾ പേരെടുത്ത് വിളിക്കാറില്ല. സ്വാമി അല്ലെങ്കിൽ അയ്യപ്പോ എന്നേ വിളിക്കാറുള്ളൂ. അത് തന്നെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന തത്വം. ഈ ഇന്ന് സോപാനത്തിന് മുന്നിൽ അഭിഷിക്തനാകുന്ന ഒരു സാഹചര്യം, അത് എങ്ങനെയാണ് അതിനെ വിവരിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ എന്ത് വികാരമാണ് അപ്പോൾ തോന്നിയത്? നമ്മള് ഭഗവാന്റെ മേൽശാന്തി ആകുക എന്ന് പറയുമ്പോൾ നമ്മള് നറുക്കെടുപ്പിലെ കൂടെ ഒക്കെ ആയെങ്കിലും അതിന് ചില ക്രിയാഭാഗങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ തന്ത്രി അദ്ദേഹം കലശമൊക്കെ പൂജിച്ച് നമ്മൾ അഭിഷേകം കഴിച്ച് ശ്രീകോവിൽ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് മൂലമന്ത്രവും അവിടുത്തെ മറ്റ് വിധാനങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ്. കലശാഭിഷേകം നമ്മൾ ചെയ്തപ്പോൾ ആ ഭഗവാനും ഞാനും ഒന്നായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ തത്വം തന്നെ, തത്വമസി. അപ്പം ഞാനും ഭഗവാനും വിഭിന്നമല്ല, ഒന്നാണെന്നുള്ള സങ്കല്പം അത് തന്നെയാണ് എനിക്ക് തോന്നിയതും. ആ ഭഗവാന്റെ ദർശനം എന്റെ മനസ്സിൽ അന്നേരം ഉണ്ടായി എന്നുള്ളതാണ് സങ്കല്പം. ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം കണ്ണടച്ചിരുന്നപ്പം ആ ഭഗവാന്റെ ദിവ്യരൂപം എന്റെ മനസ്സിൽ തെളിഞ്ഞു. ഇനിയുള്ള ഒരു വർഷക്കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് തിരുവനന്തപുരത്ത് തോന്നുന്നത്? നമ്മൾ ഭഗവാന്റെ കൂടെ നിൽക്കുകയല്ലേ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എല്ലാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരനാണല്ലോ ഭഗവാൻ. അദ്ദേഹത്തിനെ പൂജിക്കുക എന്നുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്.
അതാണ്. അന്നേരം നമ്മൾ ഇതിലൊന്നും ഭയക്കേണ്ട കാര്യമില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കും. നമ്മൾ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ച് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അന്നേരം ഭഗവാൻ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയം നടക്കണം, അതനുസരിച്ച് അതെല്ലാം നടത്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഭാഷയിലും ആചാരങ്ങളിലും എല്ലാം വ്യത്യാസമുള്ള അനേകം മനുഷ്യർ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ വരികയാണ്. അതൊരു വലിയ ഊർജം തരുന്നില്ലേ ഈ ശബരിമലയിൽ തന്നെ? ശരണഘോഷം എന്നാണല്ലോ പറയാം നമ്മള്, നാമജപം എന്നല്ല. നാമജപിക്ക് നമ്മൾ കുറച്ചുപേര് ചേർന്ന് ഇത് ശരണഘോഷമാണ്. ഭഗവാന്റെ മനുഷ്യരാശിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വരുന്നവരെല്ലാം അയ്യപ്പന്മാരാണെന്നുള്ള തത്വം മനസ്സിലാക്കി അവര് ആ മുദ്ര അണിഞ്ഞ് ഇവിടെ എത്തിയാണ്. അത് ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയാണത്. എല്ലാ ജനങ്ങളും ഒന്നായിട്ട്, ഭാഷയ്ക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ മറ്റ് മതങ്ങൾക്ക് അതീതമായിട്ട് ഭഗവാനെ ദർശിക്കാൻ ഇവിടെ എത്തുന്നു. അല്ലെങ്കിൽ ഐക്യമത്യമാണല്ലോ നമ്മൾ, ഐക്യമത്യം മഹാബലം എന്ന് പറയുന്ന പോലെ എല്ലാം മറന്നുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതാണ് അവർക്കെല്ലാം. അത് വളരെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ കൂടുതൽ സമയം ഭക്തർക്ക് ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉള്ളത്. അത് എങ്ങനെയാണ് കാണുന്നത്? രാവിലെ 3 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ, 3 ശേഷം 11 വരെ. നമ്മള് ഭക്തന്മാരെ അവരിവിടെ ദർശനത്തിന് നമുക്കറിയാം, മുദ്ര അണിഞ്ഞ് ആ വ്രതം നോറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ക്ലേശമാണ് നമ്മളെ ഇവിടുത്തെ വ്രതരീതികളും അല്ല, മറ്റ് വ്രതങ്ങളെ പോലെ അല്ല. നമുക്ക് വളരെ ചിട്ടകളൊക്കെ ഉണ്ട്. അന്നേരം ആ വ്രതങ്ങളൊക്കെ നോറ്റ് നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുമ്പം അവർക്ക് ഭഗവാനെ ഒന്ന് കണ്ട് വണങ്ങാൻ ഒരു അവസരം വേണം. അതിന് നമ്മുടെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് ഭരണസമിതി എല്ലാ വിഭാഗങ്ങളിലും പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് നമ്മൾ നല്ല രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം അതിനൊരു ഉദാഹരണമാണ്. നല്ല രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദേവസ്വം ബോർഡിന്റെ എംപ്ലോയി കൂടിയാണ്. അതെ, അത് ആ അനുഭവം എങ്ങനെയാണ്? ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ ഇപ്പം. അന്നേരം ദേവസ്വം ബോർഡ് എല്ലാ കാലത്തും ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിന് സംശയമില്ല. ഞങ്ങളതുപോലെ ജീവനക്കാരെല്ലാം ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പല ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ജീവനക്കാരും ക്ഷേത്ര കാര്യങ്ങൾ നന്നായിരിക്കണം എന്നുള്ള അവരവരുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നു എന്നുകൊണ്ടാണ് എന്റെ വിശ്വാസം. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ മറ്റു ക്ഷേത്രങ്ങളിലുള്ള അനുഭവമാണ് ഞാൻ ചോദിച്ചത്. കൊല്ലത്തുള്ള ക്ഷേത്രത്തിൽ അതെ, അത് വളരെ നന്നായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുകയാണ്. അവിടെ വളരെ ഭക്തരുണ്ട്. നമുക്ക് ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഭക്തരാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന് കാരണം അവരാണ്. അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കണം. അത് വേണമെന്നുള്ള കാര്യം തന്നെയാണ്. ഈശ്വരനും മനുഷ്യനും ഒന്നാണ് എന്ന സങ്കല്പം, പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്ന സങ്കല്പം, അങ്ങനെ ഒന്നാണ് രണ്ടല്ല എന്ന തത്വമസി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ദേവസ്ഥാനത്ത് ഇരുന്ന് നമ്മളോട് സംസാരിച്ചത് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ്. അപ്പോൾ കൂടുതൽ ശബരിമല വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. സജി സി വാര്യർ നമുക്കൊപ്പം തുടരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. സജി സി വാര്യർ, നമ്മൾ പറഞ്ഞു വന്നത് അവിടുത്തെ തിരക്കിനെ കുറിച്ചും ഇന്നത്തെ വിശേഷാൽ പൂജകളെ കുറിച്ചും ഒക്കെയാണ്. അതിനിടയിലാണ് ഒരു കണക്ടിവിറ്റി പ്രശ്നം വന്നത്. തുടർന്നോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇന്ന് പ്രത്യേകിച്ച് അവലോകന യോഗങ്ങളുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, ഓരോ വകുപ്പിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന അവലോകന യോഗമുണ്ട്. മന്ത്രി VN വാസവൻ, ദേവസ്വം മന്ത്രി, ഇവിടെ തുടരുന്നുണ്ട്. ഇന്നലെ രാവിലെ തന്നെ പമ്പയിലെത്തിയതാണ്. ഉച്ചയോടെ ശബരിമലയിലെത്തി. അദ്ദേഹം എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇന്ന് VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. എല്ലാ മണ്ഡലമാസത്തിലും മണ്ഡല പൂജകളുടെ തുടക്കമാകുന്ന വൃശ്ചികം 1-ാം തീയതി ഇത്തരത്തിലുള്ള യോഗങ്ങൾ പതിവുള്ളതാണ്. പക്ഷേ ഇക്കുറി കുറെ കൂടി ആസൂത്രിതമായ രീതിയിലാണ് സർക്കാർ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകർ പമ്പയിൽ നിന്ന് നടപ്പന്തലിലെത്തുന്നതിനിടയിൽ പലയിടങ്ങളിലും വിശ്രമത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണം, അതുപോലെ പാനീയങ്ങളെല്ലാം നൽകാനുള്ള സംവിധാനമുണ്ട്.
കൃത്യമായ എണ്ണം, അതായത് 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും 10,000 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തുക എന്നുള്ള ഒരു തീരുമാനമുണ്ട്. അത് പ്രകാരം ആണ് ഇപ്പോൾ 20,000 പേർ പമ്പ കടന്ന് ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 20,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ഇതുവരെ വന്നിട്ടുള്ളത്. ഇന്ന് 70,000 പേരുടെ ബുക്കിംഗ് പൂർത്തിയായിരുന്നു. ഇനി സ്പോട്ട് ബുക്കിംഗ് ആണ് നടക്കാനുള്ളത്. ഇന്നലെ തന്നെ 30,000 പരം തീർത്ഥാടകരാണ് ശബരിമല ചവിട്ടിയതെന്നാണ് ആദ്യത്തെ കണക്കുകൾ. സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ച കണക്കുകൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ശബരിമലയിൽ നല്ല തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും വൃശ്ചികം 1-ാം തീയതി അയ്യനെ കണ്ട് തൊഴുക എന്നുള്ളൊരു സന്തോഷകരമായ ആനന്ദകരമായ ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടി തന്നെ തീർത്ഥാടകർ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. കൂടുതലും മലയാളികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്ന് രാവിലെ 3 മണിക്ക് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഇന്നലെയാണ് അദ്ദേഹം ചുമതലയേറ്റത്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് നട തുറന്നത് മുൻ മേൽശാന്തിയായിരുന്നു. അദ്ദേഹമാണ് ഇവരെ ആനയിച്ച 2 മേൽശാന്തിമാരെയും മാളികപ്പുറം ശബരിമല മേൽശാന്തിമാരെ 18-ാം പടിയിലേക്ക് ആനയിക്കുകയും കൈപിടിച്ച് സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്തു. വൈകിട്ട് 7 മണിയോടെയാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത്. അഭിഷിക്തരായ ശേഷം കലശം കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം തന്ത്രിയാണ് മൂലമന്ത്രം ഉപദേശിച്ചത്. മൂലമന്ത്രം ഉപദേശിച്ച ശേഷമാണ് പിന്നീട് ചുമതല ഏൽക്കൽ ചടങ്ങ് പൂർത്തിയായത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് താഴമൺ തന്ത്രിയാണ്. ഇന്നലെ പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല. ദീപാരാധന അടക്കമുള്ള ഒരു ചടങ്ങുകളും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ എല്ലാ ചടങ്ങുകൾക്കും തുടക്കമാകും. ദീപാരാധന ഉണ്ടാകും. അതുപോലെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള പൂജകളെല്ലാം തന്നെ നടക്കും. പിന്നീട് ഇന്നത്തെ അവലോകന യോഗങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വേണം, ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലോചനയിലുണ്ട്. ഇക്കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം തന്നെ. ആര്യ, തീർച്ചയായും സജി സി വാര്യരാണ് നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് തുടരുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഇവിടെ വൃശ്ചിക പുലരിയാണ്. അവിടെ രാവിലെ തന്നെ നമുക്ക് സന്നിധാനത്തെ ആ ഒരു ബഹളവും ആ ഒരു പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, പക്ഷേ കുറച്ച് ആളുകൾക്ക് അറിയാവുന്നതും കാര്യമാണ്. നമ്മുടെ സജി സി വാര്യർ ഒരു ഗായകനാണ് എന്നുള്ളത്. സിനിമാ പിന്നണി ഗാന രംഗത്തും ഒക്കെ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ഒരു ഗായകൻ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു പാട്ട്, ഒരു അയ്യപ്പ ഭക്തിഗാനം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പാടാമോ? അത് മറ്റൊരു അവസരത്തിൽ പോലെ ആര്യ വേണമെങ്കിൽ ഞാൻ 4 വരി പാടാം. ഒന്ന് ശ്രമിക്കുന്നേ. ശബരിമലയിൽ കണ്ട സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ കണ്ട സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അടിപൊളി. അപ്പൊ ഇപ്പോഴാണ് ശബരിമല വിശേഷങ്ങളൊന്ന് പൂർണ്ണമായത്. താങ്ക് യു സോ മച്ച്. ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റേതായ ബുദ്ധിമുട്ടുകൾ അത് പ്രേക്ഷകർക്കും മനസ്സിലാവും, അത് കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ചേർന്നതിനും അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഒരു പാട്ട് സമ്മാനമായിട്ട് നൽകിയതിനും. കേട്ടില്ല, ഒരിക്കൽ കൂടി പറയാമോ? തുടർന്ന് വാർത്തകൾ അടുത്ത ബുള്ളറ്റിനുകളിൽ കാണാം. ഓ ശരി ശരി. തുടർന്നുള്ള വാർത്തകൾ അടുത്ത ബുള്ളറ്റിനുകളിൽ കാണാം. അവലോകന യോഗം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തീർത്ഥാടകരെ സംബന്ധിച്ചുള്ള അവരുടെ വരവിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങളും ഇനിയുള്ള വാർത്തകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ സജീവ് സി വാര്യർ സജീവമായി സന്നിധാനത്തുണ്ട്. അപ്പോൾ സജീവമായി തന്നെ സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങളും വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇനി